ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെമ്മീൻ മുളകിടാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്, എങ്കിലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കതിലേക്ക് എന്തൊക്കെയാണ് സാധനം വേണ്ടതെന്ന് നോക്കാം. ഒരു 2 തുടം വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്ത്, 10-20 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, ഒരു 5-6 തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, പിന്നെ നമുക്ക് ആവശ്യത്തിന് പുളി എടുക്കുക, മുളക്, മഞ്ഞൾ, പിന്നെ ഉപ്പ് പാകത്തിനെടുക്കുക. അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം വെച്ച് ഒരു 2-2.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളി കണ്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് നന്നായിട്ടൊന്ന് മൂപ്പായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാകത്തിന് നമുക്ക് ആവശ്യത്തിനാണ് അത്ര ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വാളംപുളിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിന് നമുക്ക് പുളി ചേർക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയും ചേർക്കാം കേട്ടോ. അത് നന്നായിട്ട് ആ മസാല വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില വിതറി 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഇതുപോലെ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ. എന്നെപ്പോലുള്ളവരാണെങ്കിൽ പുട്ടിൻ്റെ കൂടെ, ഇഡലീൻ്റെ കൂടെയും ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. എനിക്ക് ഇന്നതിൻ്റെ കൂടെ കഴിക്കാവുള്ളൂ എന്നൊന്നുമില്ല. എനിക്കിഷ്ടമുള്ളതാണ് എൻ്റെ കോമ്പിനേഷൻസ്. അപ്പോൾ ഓക്കെ, ബൈ.